ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും കാണിക്കുന്നത് മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ്. അതിൻ്റെ കൂടെ ഇൻ്റർമീഡിയറ്റിൻ്റെ കുറച്ച് പ്രധാന മത്സരം കാണിക്കും. മറ്റൊരു വീഡിയോയിൽ നമ്മളെ പ്രൊഫഷണൽസിൻ്റെ ഇൻ്റർനാഷണൽ താരങ്ങളുടെയൊക്കെ മത്സരം വിശദമായി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കാണാൻ ശ്രമിക്കണം. വിദേശ താരങ്ങളായിട്ട് ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യാന്തര കയാക്കിംഗ് രംഗത്തെ അധികായകരായ ആൻഡൺ സൊഷിങ്കോ, ദാരിയ കുഷിച്ചേവ, റയാൻ ഒ കോർണർ റഷ്യ, മനു വാക്കർ നഗർ, സാക് സ്റ്റോൺസ്, മിലി ചെമ്പർലിൻ, ദയാല വാർഡ്, ഫിലിപ്പാസൻ ന്യൂസിലാൻഡ്, പാട്രിക് ഷീഹാൻ, ജോയ് ടോഡ് USA, കിലിയൻ ഇവാലിക് ചിലി, ജില്ലി ജ്യൂസ് ബെൽജിയം, മാരിയ ഇറ്റലി എന്നിവരാണ് ഇത്തവണ മലബാർ റിവർ ഫെസ്റ്റിവലിലെ ഐക്കൺ താരങ്ങൾ. നേപ്പാൾ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണൽ കയാക്കിംഗ് താരങ്ങളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ആ സ്റ്റേജിൽ നിന്നാണ് റാമ്പ് എന്ന് പറയുന്നത്. അതിനേക്ക് അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോയി എല്ലാം ഡീറ്റെയിൽ കാണാൻ നമുക്ക്. മത്സരത്തിന് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാം കയാക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ എക്സ്പെൻസീവാണ് ഈ കയാക്ക്. ശരിക്കും ഇതിന് ഡീറ്റെയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിരുന്നതാണ്. ഹായ്. Attention, thank you, Kayakers. പുഴയിലെ ജലനിരപ്പ് കൂടുതലായതുകൊണ്ട് തുടക്കക്കാരായ ഇന്റർമീഡിയറ്റ് വിഭാഗത്തിന്റെ മത്സരം ഉദ്ഘാടനത്തിന് ശേഷം സേഫ്റ്റി ടീമിന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ തുടങ്ങുകയുള്ളൂ. ഇന്ന് ഈ മത്സരത്തിന്റെ ഫൈനൽ അടക്കം മുഴുവൻ മത്സരങ്ങളും തീർന്നതിന് ശേഷമേ നാളെ പ്രൊഫഷണൽ കാറ്റഗറി മത്സരങ്ങൾ നടത്തുകയുള്ളൂ. അതുകൊണ്ട് ഉദ്ഘാടന സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. Bib number 12, Vignesh Shekhar, bib number 12. Bib number 13, Imam Yadav. Nachiketa Gupta. Nachiketa Gupta, bib number 14. Nachiketa Gupta, bib 14. JD Korean, bib number 15. JD Korean. Rayan Verghese, bib number 15. Molly Dagan, 20. 21, sorry. Mohammed Hafeez, bib number 22. Mohammed Eric Kostabir, 23. വൈറ്റ് വാട്ടർ കയാക്കിംഗ് എന്നാണ് പറയുന്നത്. ഇന്ന് ഭയങ്കര ഹെവി മഴ കൊണ്ട് ശരിക്കും വെള്ളം കുറച്ച് കലങ്ങിയിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നോർമൽ ആവുള്ളൂ എന്നാണ് പറയുന്നത് ഇവിടെ. ആദ്യം നമുക്ക് ഇന്റർമീഡിയറ്റ് കാറ്റഗറി മത്സരമാണ്. അത് നമ്മൾ നടത്തുന്നുണ്ട്. മത്സരത്തിന്റെ ഷെഡ്യൂളിൽ ചെറിയ ചേഞ്ചുകൾ 1-2 കാറ്റഗറികൾ മാറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മളുടെ ഇന്റർമീഡിയറ്റ് കാറ്റഗറി മത്സരങ്ങൾ കഴിഞ്ഞ ശേഷം നാളെയാണ് നമ്മുടെ പ്രൊഫഷണൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. പ്രൊഫഷണൽ ഉത്തരവാദിത്തത്തിലോട്ട് കടക്കുകയാണ്. ആദ്യമായിട്ട് എനിക്ക് സ്വാഗതം രേഖപ്പെടുത്തുവാനുള്ളത് നമ്മുടെ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് അവറുകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷമായിട്ടാണ് ഞാൻ ഈ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ആ തരത്തിൽ ഇതിന്റെ ആദ്യ മീറ്റിങ്ങുകൾ മുതൽ നമ്മുടെ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് ഇതിന്റെ എല്ലാ മീറ്റിങ്ങുകളും ചെയ്തത്. എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുകയും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രീ ഇവന്റുകൾ സംഘടിപ്പിക്കും.
കൃത്യമായ സംഘാടക മികവോടുകൂടി ബഹുമാനപ്പെട്ട MLA-യുടെ മനസ്സിലെ സ്പോർട്സ്മാനെ പുറത്തെടുത്തുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ മനോഹരമാണ്. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കൂടുതൽ വിദേശ താരങ്ങളെ പങ്കെടുപ്പിക്കുവാനും പ്രാദേശികമായ താരങ്ങളെ പങ്കെടുപ്പിക്കുവാനും അടുത്ത അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ആളുകളെ വരെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഈ മത്സരത്തെ മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥ അല്പം നമുക്ക് തടസ്സമാണെങ്കിലും അതിനെല്ലാം അതിജീവിക്കുവാനുള്ള ടെക്നിക്കൽ ടീം നമ്മുടെ കയ്യിലുണ്ട്. ഈ മനോഹരമായ നമ്മൾ ഒത്തിരി ദിവസങ്ങളായി കാത്തിരിക്കുന്ന 11ാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 11th എഡിഷന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മോട് സംസാരിക്കുവാനായി ബഹുമാനപ്പെട്ട തിരുവമ്പാടി MLA ശ്രീ ലിൻഡോ ജോസഫ് അവരെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയും ഒരുപാട് ജനഹൃദയങ്ങളിലേക്ക് അവരുടെ എല്ലാം ഒരു ഇഷ്ടപ്പെട്ട കായിക വിനോദമായി ഒരു ടൂറിസത്തിന്റെ വലിയ പരിപാടിയെ മലബാർ റിവർ ഫെസ്റ്റിവൽ മാറട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അകമഴിഞ്ഞ് പിന്തുണ ഹരിതകർമ്മ സേനാംഗങ്ങൾ ധാരാളം ഇവരിവിടെ ഉണ്ട്. നമ്മുടെ ഒരു പരിപാടി കഴിഞ്ഞാൽ അതെല്ലാം മനോഹരമാക്കുന്നത്, ക്ലീൻ ആക്കുന്നത് അവരാണ്. അവരെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ എല്ലാ ഒരുക്കങ്ങളിലും മനോഹരമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 ദിവസവും ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 11ാമത് എഡിഷൻ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെയും സമ്മതത്തോടെയും ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആശംസകൾ. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ആശംസ അറിയിക്കുന്നതിനായിട്ട് ശ്രീമതി ബിന്ദു ജോൺസൺ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് ചന്ദ്രശ്ശേരി അവർ, ഈ വലിയ മാമാങ്കം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന തിരുവമ്പാടി MLA ആരാധനായ ശ്രീ ലിൻഡോ ജോസഫ് അവർ, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട കയാക്കേഴ്സ്, പ്രിയപ്പെട്ട നാട്ടുകാരെ, ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ഈ സംഘാടക സമിതിയെ പോലും വിസ്മരിപ്പിച്ചുകൊണ്ട് എത്തിച്ചേരുകയാണ്. ഈ മലയോര മേഖലയെ മുഴുവൻ ടൂറിസം മേഖലയിലുള്ള സാധ്യതകൾ അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തത്. അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10ഓളം പഞ്ചായത്തുകളിൽ ഉള്ള ആളുകൾ ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു. ഇതെല്ലാം നമുക്ക് സംഘടിപ്പിക്കുന്നതിനും വിജയിപ്പിക്കുന്നതിനും നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മുടെ കൂട്ടായ പരിശ്രമത്തിന്റെ രാഷ്ട്രീയത്തിന് അതീതമായുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഇത്തരം മേഖലകളിൽ ഈ മേഖലയ്ക്ക് മനോഹര മേഖല ഉയർച്ചയുണ്ടാകുന്നതിന് മുന്നോട്ട് നമുക്ക് പോകുവാൻ സാധിക്കും. ഉത്സവത്തിന് Your name, please? I'm Ankit. And you are from? I'm from UK. UK. Uttarakhand. Sorry, Uttarakhand. Sorry. And you? Rajiv from Uttarakhand. Uttarakhand. And him? I'm from Nepal. Nepal. Okay. Your name? Himal. So you are continuous practicing and professional. No, I'm only checking the. You are the guide like that. Okay. ഈ കാണുന്നതാണ് ഫിനിഷിംഗ് ടൈമറാണ്. ശരിക്കും ഇത് ഇവിടെയും അപ്പുറത്തും ഫിനിഷിങ്ങിൻ്റെ ലൈൻ കാണിക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് സേഫ്റ്റി പർപ്പസ് ഉണ്ട് ഒരു പാർക്കിംഗ് ചെയ്യുന്നത്. Very good.
ഒരുപാട് സേഫ്റ്റി പർപ്പസ് ഉണ്ട്. ഇതൊക്കെ ഈ നിൽക്കുന്നതൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അവർക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ സേഫ്റ്റി ആയിട്ട് നിൽക്കുന്നതുണ്ട്. അവിടെയൊക്കെ കണ്ടല്ലോ, അതൊക്കെ റാഫ്റ്റ് അതൊക്കെ കാണുന്ന സേഫ്റ്റി പർപ്പസ്. നമ്മളവിടെ കാണുന്ന ഈ സ്ക്വയറിൽ കാണുന്നില്ല, അതാണ് റാമ്പ് എന്ന് പറയുന്നത്. ആ റാമ്പിൻ്റെ അവിടുന്ന് പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെയാണ്. അവിടെ ജമ്പ് ചെയ്തിട്ട് വേണം ഇവർക്ക് ഫുള്ളായിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകാൻ. ഇതൊക്കെ സേഫ്റ്റി പർപ്പസിന് നിർത്തിയതാണ്. ഇത് റെഡ് പോയിന്റ് ഇല്ല, റെഡ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. അതുപോലെ ഗ്രീൻ പോയിന്റ് കാണാം പല സ്ഥലങ്ങളിലായിട്ട്. അത് ക്രമേണ കാണിച്ചു തരാം, താഴെ ഉണ്ട്. Number 0, 2, 3, 2, 1, go! So that IOC, she's so happy that the first female amateur pilot who in the rapid, so let's give her another clap. അപ്പോൾ അവിടെ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ റാമ്പിൻ്റെ മേലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിസിലടിക്കുന്ന സമയത്ത് അവർ ജമ്പ് ചെയ്യും, എന്നിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകുന്നതാണ് ഇതിൻ്റെ. അങ്ങനെയാണ് കയാക്കിങ്ങിൻ്റെ മത്സരം നടക്കുന്നത്. ഇത് ജൂനിയേഴ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഇൻ്റർമീഡിയറ്റ്. നല്ലൊരു കൈയടി 12 മാത്രമുള്ള എറണാകുളം സ്വദേശിനി ഈ പുഴയിൽ കയാക്കിംഗ് പരിശീലിച്ച് ഇന്നിതാ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിൽ ഭാവിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച താരം ഡോണ. ഗുഡ് ലക്ക് ഡോണ. Number 03, 1, 2, 1, go! Donna! So guys, we have Donna on the river. She got it. Yes, now Donna, go! Keep paddling. You got it. Yeah. Keep paddling. Yeah, Donna is approaching to the rapid. Yeah, the first one. She got it. Go Donna, come on, keep paddling. Yes. She's paddling. Yeah, she's paddling like a hell, guys. Yeah, she got it. She got some momentum. Yeah, she almost reaching to the first road. Yeah, that's the goal. Keep paddling. It's okay. Yep. Yeah, she got it. Yeah, she's taking some time there, but it's okay. She's cheering up. Yeah, guys, she's. So let's see. So many pilots are up and they are just going to the gates and all. We can see this is the actual gate. No pilots are going to take tomorrow. And today's amateur category. So these guys are ready to win. Now these guys are reaching to the absolute gate. Yeah, that's Petu in the brand is straight kayak. Yeah, he's the Olsen. Yeah, you can see that's Austringer. He's putting, yeah, that's Aurora. Yeah. They all just gate. Yeah, that's the big gate. Yeah, they got it. Big guy. And this side, yeah. They all go. Yeah, man, what a show! Woo! And he almost see how guys. Yo. That's again the Ninja Warrior. Israel Rishikesh on the ground. Rishikesh guys. Yeah. He's standing so smooth and he goes ready. And one guy is going.
ഭയങ്കര ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ശരിക്കും. കാരണം അവൾ മറിഞ്ഞത് തെറ്റിപ്പോയി. മത്സരങ്ങൾ ഇവിടെ ഉച്ചഭക്ഷണത്തിനായി പിരിയുകയാണ്. 2:15 മത്സരങ്ങൾ പുനഃസ്ഥാപിക്കുന്നു. ഈ മലബാർ റിവർ ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസ് വേണ്ടി വരും. അതിന് ഡീറ്റെയിൽ പറഞ്ഞു തരാൻ ഇവിടുത്തെ മുക്കം ഫയർഫോഴ്സിൻ്റെ മെയിൻ മിസ്റ്റർ ഗഫൂർ ഉണ്ട്. അവർ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ കോടഞ്ചേരിയിൽ വർഷം നടക്കുന്ന ഇൻ്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമായി ഈ വർഷവും ഇതിൻ്റെ റെസ്ക്യൂ ചുമതല ഉള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ മുക്കം സ്റ്റേഷനിലെ ജീവനക്കാരോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ വ്യത്യസ്തമായ മേഖലകളിൽ വൈദഗ്ധ്യം സിദ്ധിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീം അംഗങ്ങളും അതോടൊപ്പം നമ്മളെ സഹായിക്കുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ചേർന്ന ടീമാണ് ഇവിടുത്തെ ഈ പ്രോഗ്രാമിനെത്തുന്ന പൊതുജനങ്ങളുടെയും ഇതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെയും ഒക്കെ സുരക്ഷയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന ചടങ്ങും ഇൻ്റർമീഡിയറ്റ് ലെവലിലെ കുറച്ച് മത്സരങ്ങൾ കാണിച്ചിട്ടുള്ളൂ. നാളെ പ്രൊഫഷണൽ താരങ്ങളും ഇൻ്റർനാഷണൽ കയാക്ക് മത്സരങ്ങളൊക്കെ നാളെ കാണിക്കും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡ് വരെ എല്ലാവർക്കും ബൈ ബൈ.